അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, ഇന്ന് സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന് വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നാൽ അന്ന് ജുമാ നമസ്കാരം നിർബന്ധമുണ്ടോ ഇല്ലേ എന്ന വിഷയമാണ്. ആ വിഷയത്തിൽ ഈ ഉള്ളവനടക്കം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സമസ്തയിൽപ്പെട്ട പല ആളുകളും അതേപോലെ വേറെയും ചില വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ചില സംശയങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി പറയുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. വിഷയം ക്ലിയറാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പായി ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, ഒരിക്കലും മറ്റുള്ളവരുടെ വാദത്തിൽ കയറി നമ്മൾ കളവുകൾ പറയാൻ പാടില്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരടക്കം പരിശുദ്ധ റമദാൻ മാസത്തിൽ വലിയൊരു കളവ് പറഞ്ഞു. എന്താണത്? മുജാഹിദുകൾ പറയുന്നത്, അതല്ലെങ്കിൽ സലഫികൾ പറയുന്നത്, വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നാൽ അന്ന് ജുമാ നമസ്കാരം വേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത് എന്നാണ്. അത് ശരിയല്ലല്ലോ, അങ്ങനെയല്ലല്ലോ പറയുന്നത്. മറിച്ച് അന്ന് ജുമായിൽ പങ്കെടുക്കൽ തന്നെയാണ് അഫ്ളൽ എന്നാണ് പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് ജുമാ നമസ്കരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തതാണല്ലോ കൂടുതൽ അഫ്ളലായിട്ടുള്ളത്. അതുകൊണ്ട് അന്ന് ജുമായിൽ പങ്കെടുക്കലാണ് അഫ്ളൽ എന്നാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ അതല്ലെങ്കിൽ സലഫികൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അന്ന് ജുമാ തന്നെ വേണ്ടതില്ല എന്നല്ല, അത് കളവാണ്. എന്നാൽ ഇളവുണ്ട് അന്നത്തെ ദിവസം. ആ ഇളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഇളവാണ്. അതുകൊണ്ടാണ് നാം അത് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ വാദത്തിൽ കയറി കളവുകൾ പറയാതെ സത്യസന്ധമായി വാദം പറഞ്ഞിട്ട് അതിന് മറുപടി പറയാനാണ് ശ്രമിക്കേണ്ടത്. ഇനി നമുക്ക് സംസ്ഥയിൽപ്പെട്ട ആളുകൾ ഉന്നയിച്ച ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്കിവിടെ വിശകലനം ചെയ്യാം. അവരുടെ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഹദീസുകൾ ഉദ്ധരിക്കുന്നു എന്നല്ലാതെ പണ്ഡിതന്മാർ ആ വിഷയവുമായി ബന്ധപ്പെട്ടത് പറയുന്നില്ലല്ലോ, പണ്ഡിതന്മാരല്ലേ ഈ കാര്യം വിശദീകരിക്കേണ്ടത്? ശരി, എങ്കിൽ നമുക്ക് ഹംബലി മദ്ഹബിലെ പ്രഗത്ഭ പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അവർ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഉദാഹരണത്തിന് ഇബ്നു ഖുദാമൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ അൽ മുഗ്നിയിൽ രേഖപ്പെടുത്തുന്നത്, വ ഇൻ ഇത്തഫഖ ഈദുൻ ഫി യൗമി ജുമഅത്തിൻ, വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ ഒത്തുവന്നാൽ സഖത ഹുളൂറുൽ ജുമഅത്തി അമ്മൻ സ്വല്ലൽ ഈദ്, പെരുന്നാൾ നമസ്കരിച്ച ആളുകൾക്ക് ജുമയിൽ പങ്കെടുക്കൽ നിർബന്ധമല്ലാതായിത്തീരുന്നു. അവിടെ ദൂരദിക്കിലുള്ള ആളുകൾക്ക് എന്നോ അല്ലെങ്കിൽ യാത്രക്കാർക്ക് എന്നല്ല പറഞ്ഞത്. പെരുന്നാൾ ആരാണോ നമസ്കരിച്ചത് അവർക്ക് ജുമയിൽ പങ്കെടുക്കുന്നതിൽ ഇളവുണ്ട്. ഇല്ലൽ ഇമാം, ഇമാമിനൊഴികെ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ അവിടെ ജുമ നടക്കണം, ഖുതുബ നടക്കണം. കാരണം പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവിടെ വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം ഒറ്റയാളും പള്ളിയിൽ വന്നിട്ടില്ലെങ്കിലല്ലാതെ ഇമാമിന് അത് വാജിബാണ്. അല്ലാത്തവർക്ക് വാജിബല്ല എന്നാണ് ആര് പറയുന്നത്? ഇബ്നു ഖുദാമൽ മഖ്ദിസി രേഖപ്പെടുത്തുന്നത്. ഈ അഭിപ്രായം അദ്ദേഹം പറയുന്നു സ്വന്തം അഭിപ്രായമല്ല. ഹാദാ മദ്ഹബ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബതാണ്. വ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബതാണ്. വ അലിയിൻ വ സഈദിൻ വബിനി ഉമറ വബിനി അബ്ബാസിൻ വബിനി സുബൈർ, ഈ പറയപ്പെട്ട സ്വഹാബികളൊക്കെ ഈ അഭിപ്രായക്കാരാണ് എന്ന് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. മറിച്ചുള്ള അഭിപ്രായം ഷാഫി മദ്ഹബിലുണ്ട്, അതേപോലെ തന്നെ മാലിക്കി മദ്ഹബിലുണ്ട്, ഹനഫി മദ്ഹബിലുണ്ട്. അവരുടെ അഭിപ്രായങ്ങളെ പിന്നീട് അദ്ദേഹം നിരൂപണം ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് പണ്ഡിതന്മാർ ആ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതല്ലാതെ ഹദീസ് പറഞ്ഞുകൊണ്ട് കേവലം അർത്ഥം പറയുകയല്ല എന്ന് പ്രിയപ്പെട്ട സത്യാന്വേഷികളായ സുഹൃത്തുക്കൾ മനസ്സിലാക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത് പരിശോധിക്കാനുള്ളത്, പല ആളുകളും പറഞ്ഞു ഇത് വിദൂര ദിക്കിൽ ഉള്ള ആളുകൾക്ക് മാത്രമുള്ള ഇളവാണ്, അല്ലെങ്കിൽ യാത്രക്കാർക്കുള്ള ഇളവാണ് എന്ന് അവർ പറയുന്നു. എങ്കിൽ നമുക്ക് പരിശോധിക്കാം, അത് അങ്ങനെയാണോ? നമുക്കറിയാം, പണ്ഡിതന്മാർക്കിടയിൽ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, അല്ലെങ്കിൽ ദീനിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ഒരു വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഖുർആനിലേക്കും പ്രവാചകൻ്റെ സുന്നത്തിലേക്കും മടക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ അലൈക്കും ബി സുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ
അപ്പോൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫ ഇറാഷിദീൻ അൽ മഹ്ദിയീൻ, സച്ചരിതരായ എൻ്റെ ഖലീഫമാരുടെ പ്രഗത്ഭരായ സ്വഹാബത്തിൻ്റെ മനഹജിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നബിയിലേക്കും മടക്കണം, സ്വഹാബത്തിലേക്കും മടക്കണം. ഇതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? എങ്കിൽ നമുക്ക് ഈ ഹദീസുകളൊക്കെ പരിശോധിക്കാം. ഈ ഹദീസുകളിൽ എവിടെയെങ്കിലും ഇത് ദൂരദിക്കിലുള്ള ആളുകൾക്ക് മാത്രമുള്ള ഇളവാണ്, അല്ലെങ്കിൽ യാത്രക്കാർക്കുള്ള ഇളവാണ് എന്ന് പറയുന്നത് നമുക്ക് കാണുക സാധ്യമല്ല. ഉദാഹരണത്തിന് അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത് തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ താങ്കൾ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒത്തു വന്നപ്പോൾ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നഅം, അതേ എന്നാണ്. അപ്പോൾ ചോദിച്ചു ഫകൈഫ സന, അപ്പോൾ നബി എന്താണ് ചെയ്തത്? ഖാല സല്ല, അദ്ദേഹം പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കരിച്ചു. സുമ്മ റഖസ ഫിൽ ജുമഅ, പിന്നീട് ജുമയുടെ വിഷയത്തിൽ ഇളവ് നൽകി. യാത്രക്കാർക്ക് എന്ന് പറഞ്ഞിട്ടില്ല, ദൂരദിക്കിലുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ടോ ഫഖാല, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് മൻ ശാഅ അൻ യുസല്ലിയ ഫൽയുസല്ലി, നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമസ്കരിക്കാം എന്ന് പറഞ്ഞാൽ ഇളവുണ്ട്. അല്ലാതെ ദൂരദിക്കിലുള്ളവർക്ക് ഇളവുണ്ട്, യാത്രക്കാർക്ക് ഇളവുണ്ട് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം യാത്രക്കാർക്ക് പെരുന്നാൾ ദിവസം മാത്രമാണോ ഇളവ്? അല്ലല്ലോ, യാത്രക്കാർക്ക് ഏത് വെള്ളിയാഴ്ചയും ജുമാ നമസ്കാരത്തിൽ ഇളവുണ്ടല്ലോ. യാത്ര ചെയ്തുകൊണ്ട് ജുമയിൽ പങ്കെടുക്കേണ്ടുന്ന ഒരു നിർബന്ധിതാവസ്ഥ വിശ്വാസികൾക്കില്ലല്ലോ. കാരണം യാത്രയുടെ ദൂരപരിധിയും കാര്യങ്ങളും അതൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. യാത്രക്കാർക്ക് എപ്പോഴുമുള്ള ഇളവാണ്, അതൊരു പെരുന്നാളിൻ്റെ ദിവസം മാത്രം പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ദൂരദിക്കിലുള്ളവർക്കെന്നോ യാത്രക്കാർക്ക് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഉദ്ദേശിക്കുന്നവർക്ക് ഇളവുണ്ട് എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വഹാബികളും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അബൂദാവൂദ് റഹ്മത്തുള്ളാഹിയുടെ സുനനിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഇല്ലത്ത് കാരണം എന്താണ്? ഖദ് ഇജ്തമഅ ഫീ യൗമികും ഹാദാ ഈദാൻ, ഇന്നേ ദിവസം രണ്ട് പെരുന്നാൾ ഒത്തു വന്നിരിക്കുന്നു. ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമഅ, ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ജുമഅക്ക് പകരമായി ഈദ് നമസ്കാരം മതിയാകുന്നതാണ്. നോക്കൂ, അജ്സഅഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ജുമഅ നിർബന്ധമില്ല, ആ പെരുന്നാൾ നമസ്കാരം തന്നെ ജുമഅക്ക് ബാധകമാവുന്നതാണ്. എന്നാൽ വ ഇന്നാ മുജമ്മിഊൻ, ഞങ്ങൾ കൂടുന്നുണ്ട്, അഥവാ ഞങ്ങൾ ജുമഅ നമസ്കരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇമാമിങ്ങൾ ജുമഅ നമസ്കരിക്കണം, അതിൽ പങ്കെടുക്കലാണ് കൂടുതൽ അഫ്ളൽ, കാരണം അത് നബിയുടെ പ്രവൃത്തിയോട് യോജിക്കുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകിയിട്ടുണ്ട്. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഇല്ലത്തെന്താണ്? ദൂരെയുള്ള ആളുകളുടെ കാര്യമോ യാത്രക്കാരുടെ കാര്യമോ അല്ല, അത് ഏത് സന്ദർഭത്തിലും ഇളവ് നൽകപ്പെടാവുന്ന കാര്യമാണ്. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് രണ്ട് പെരുന്നാൾ ഒത്തുവന്നു, അഥവാ വെള്ളിയാഴ്ചയും പെരുന്നാളും ഒത്തുവന്നു, അതാണ് കാരണം. അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നവർക്ക് ഇളവുണ്ട്, അല്ലാതെ യാത്രക്കാർക്ക് ദൂരദിക്കിലുള്ളവർക്ക് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇബ്നു മാജയുടെ സുനനിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിവായത്തിലുള്ളത്, മൻ ശാഅ അൻ യഅതിയൽ ജുമഅത ഫലിയഅതിഹാ വമൻ ശാഅ അൻ യതഖല്ലഫ ഫലിയതഖല്ലഫ്, ആരാണോ ജുമഅക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് അവർ വരട്ടെ, വിട്ടു നിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ വിട്ടു നിൽക്കുകയും ചെയ്യട്ടെ. എന്ന് പറഞ്ഞാൽ അവർക്ക് നിർബന്ധമില്ല. ഇവിടെ ദൂരദിക്കെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല, യാത്രക്കാർ എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ജുമഅയിൽ പങ്കെടുത്തവർക്ക് ഇളവുണ്ട് എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇമാം തബറാനിയുടെ മുഅ്ജമുൽ കബീറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നക്കും ഖദ് അസബ്തും ഖൈറൻ വ അജ്റ വ ഇന്നാ മുജ്മിഊൻ ഫമൻ അറാദ അൻ യുജ്മിഅ മഅനാ ഫൽയുജ്മിഅ വമൻ അറാദ അൻ യർജിഅ ഇലാ അഹ്ലിഹി ഫൽയർജിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന് വലിയ ഖൈർ ഒത്തു വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജുമഅ നമസ്കരിക്കും. ഉദ്ദേശിക്കുന്നവർക്ക് ഞങ്ങളുടെ കൂടെ കൂടാം, ഉദ്ദേശിക്കുന്നവർക്ക് തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാം. അവിടെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറാദത്ത് ആരാണോ ഉദ്ദേശിക്കുന്നത് അവർക്കാണ് ഇളവ് നൽകിയിട്ടുള്ളത്, ദൂരദിക്കിലുള്ളവർ എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിനെ അതിനെ പിടിച്ചുകൊണ്ടാണ് പലരും പറയുന്നത് അത് അഹ്ലുൽ അവാലിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ്. അതിൽ നിന്നൊരിക്കലും അങ്ങനെ തെളിവ് പിടിക്കാൻ കഴിയില്ല. മറിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ഇന്ന ഹാദാ യൗമുൻ ഖദ് ഇജ്തമഅ ലക്കും ഫീഹി ഈദാൻ, പെരുന്നാൾ ദിവസം അഥവാ രണ്ട് പെരുന്നാളുകൾ ഒത്തു വന്നിരിക്കുന്നു. ഫമൻ അഹബ്ബ അൻ യൻതളിറൽ ജുമഅത മിൻ അഹ്ലിൽ അവാലി ഫൽയൻതളിർ, ദൂരെയുള്ള ആളുകൾ കാത്തു നിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞാൽ അതിൽ ഖൈറുണ്ട് എന്നർത്ഥം. ദൂരദിക്കിലുള്ള ആളുകളാണെങ്കിലും ജുമയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവർക്കതിൽ ഖൈറുണ്ട്.
എന്നാൽ ദൂരെയുള്ള ആളുകൾ മടങ്ങിപ്പോവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ അനുവാദം നൽകുന്നു. വമൻ അഹബ്ബ അൻ യർജിഅ ഫഖദ് അദിൻതു ലഹു, ഞാൻ അവർക്ക് അനുവാദം നൽകുന്നു. ഇതിൽ നിന്ന് ഒരിക്കലും ഇത് സമീപത്തുള്ള ആളുകൾക്ക് ബാധകമല്ല എന്നൊരു നിർബന്ധത്തിൻ്റെ ഒരു വാക്ക് പോലും അദ്ദേഹം അവിടെ ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് ദൂരദിക്കിലുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് കാത്തിരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് കാത്തിരിക്കാം, അതിൽ ഖൈറുണ്ട്. അതേ സന്ദർഭത്തിൽ മടങ്ങിപ്പോവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മടങ്ങിപ്പോവുകയും ചെയ്യാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പ്രവാചകൻ്റെ വാക്കുകളിൽ എവിടെയും ദൂരദിക്കിലുള്ള ആളുകളെന്ന പ്രയോഗം തന്നെയില്ല. അപ്പോൾ അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കാര്യമാണ്. എന്നാൽ മറ്റു സഹാബികളോ, നേരത്തെ പറഞ്ഞ സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിൻ്റെ, മുആവിയത്ത് ഇബ്നു അബീ സുഫ്യാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുകളൊക്കെ പരിശോധിച്ചാൽ ആ സഹാബികളൊക്കെ തന്നെ ദൂരദിക്കിലുള്ള ആളുകൾ എന്നൊരു വിഷയം പറഞ്ഞിട്ടില്ല. ഇനി നോക്കൂ, അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന അതാ ഇബ്നു അബീ റബാഹ്, അദ്ദേഹത്തിൽ നിന്നുള്ള ഹദീസിൽ കാണാം, സല്ലാ ബിനാ ഇബ്നു സുബൈർ ഫി യൗമി ഈദിൻ ഫി യൗമി ജുമഅത്തിൻ അവ്വലൻ നഹാർ. ഇബ്നു സുബൈർ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ കൂടെ പെരുന്നാൾ നമസ്കരിക്കുകയുണ്ടായി. സുമ്മ റുഹ്നാ ഇലൽ ജുമഅത്തി, പിന്നീട് ഞങ്ങൾ ജുമാക്ക് പോയപ്പോൾ ഫലം യഖ്റുജു ഇലൈന, അദ്ദേഹം ഞങ്ങളിലേക്ക് മടങ്ങി വന്നില്ല. ഫസല്ലൈന വഹ്ദാനൻ, അങ്ങനെ ഞങ്ങളൊക്കെ ഒറ്റക്കാണ് നമസ്കരിച്ചത്. അങ്ങനെ ഈ കാര്യം വകാന ഇബ്നു അബ്ബാസിൻ ബിത്വാഇഫി ഫലമ്മ ഖദിമ ദക്കർനാ ദാലിക ലഹു ഫഖാല അസാബ സുന്ന. അങ്ങനെ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ജുമാക്ക് വരാതിരുന്ന കാര്യം പറഞ്ഞപ്പോൾ, അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അത് സുന്നത്തിനോട് യോജിക്കുന്ന കാര്യമാണ് എന്നാണ്. മാത്രമല്ല മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ അപ്രകാരം ചെയ്തിട്ടുണ്ട് എന്നുകൂടി അവിടെ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സ്വഹാബികളൊക്കെ തന്നെ ആ രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അബ്ദുർ റസാഖിൻ്റെ റഹ്മത്തുള്ളാഹി അലൈഹി മുസന്നഫിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും ഇതേപോലെ ജുമഅയും പെരുന്നാളും ഒത്തുവന്നു. അദ്ദേഹം പറഞ്ഞത് മൻ അറാദ അൻ യുജ്മിഅ ഫലിയുജ്മിഅ വമൻ അറാദ അൻ യജ്ലിസ ഫലിയജ്ലിസ്. ആരാണോ ജുമഅക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് വരാം, വീട്ടിലിരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട്ടിലിരിക്കുകയും ചെയ്യാം. അവിടെ ദൂരദിക്കിലുള്ള ആളുകളെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കിൽ അങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് മാത്രമാണ് എന്ന് സ്ഥാപിക്കാൻ മാത്രം അത് ശക്തമല്ല, മറിച്ച് അവർ കാത്തിരുന്നു കൊള്ളട്ടെ എന്നതിലേക്കാണ് അത് കൂടുതൽ ശക്തമായി തീരുക. കാരണം എന്താണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള സ്വഹാബികളൊക്കെ തന്നെ ദൂരദിക്കിലുള്ള ആളുകളെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ഏറ്റവും ശരിയായ നിലപാട് ഹംബലി മദ്ഹബിൻ്റെ നിലപാടാണ്. ഇബ്നു ഖുദാമൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി മുഗ്നിയിൽ രേഖപ്പെടുത്തിയതാണ് കൂടുതൽ ശരിയായത്. കാരണം ഹദീസുകളോടും സഹാബത്തിൻ്റെ ആസാറുകളോടും കൂടുതൽ യോജിക്കുന്നത് ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. പിന്നെ ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജുമഅ നിർബന്ധമല്ലേ? പെരുന്നാൾ നമസ്കാരം മുഅക്കദായ ഒരു സുന്നത്ത് മാത്രമാണ്, അതുകൊണ്ട് സുന്നത്താണോ നമുക്ക് കൂടുതൽ പ്രധാനപ്പെട്ടത്, അതല്ല നിർബന്ധമായ ജുമഅയാണോ എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആരെയാണ് ദീന് പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലേ നമുക്ക് ദീൻ ഇങ്ങോട്ട് പറഞ്ഞു തരേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യത്തിൽ ഒരു ഇളവ് പറയുമ്പോൾ അത് വഹയിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹ. വഹയിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുകയില്ല. ജുമഅ നമസ്കാരം നിർബന്ധമാണ് എന്നത് നമ്മളാരും തീരുമാനിച്ചതല്ലല്ലോ, അള്ളാഹുവിൻ്റെ തീരുമാനമല്ലേ. ആ റഹ്മാനായ റബ്ബ് പറയാണ്, വെള്ളിയാഴ്ച ദിവസം ഒത്തുവന്നാൽ അന്ന് ഇളവുണ്ട് എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല, ജുമാ നമസ്കാരം നിർബന്ധമാണ് അതുകൊണ്ട് ഇളവുണ്ട് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുകയില്ല എന്ന് നമ്മൾ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ? ഖുൽ അതുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും, അള്ളാഹുവിനെ നിങ്ങൾ നിങ്ങളുടെ ദീന് പഠിപ്പിക്കുകയാണോ? അള്ളാഹുവിൻ്റെ റസൂലിനെയാണോ നമ്മൾ ഫർളും സുന്നത്തും പഠിപ്പിക്കുന്നത്? അള്ളാഹുവിനെയാണോ ഫർളും സുന്നത്തും പഠിപ്പിക്കുന്നത്? ഇളവുകൾ അത് വേറെ തന്നെ ഒരു വിഷയമല്ലേ? അഹ്കാമുകൾ വേറെയാണ്. എന്നാൽ ചില ഹുക്കുമുകൾക്ക് ചില ആളുകൾക്ക് ഇളവുണ്ടാകും, ചില പ്രത്യേക സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ഇളവുകളുണ്ടാകും. അതൊന്നും ഒരിക്കലും ഒരു മതത്തിൻ്റെ അടിസ്ഥാന ഹുക്കുമിനെ മാറ്റുന്നതല്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച ജുമഅ നിർബന്ധമാണ് എന്ന ഹുക്കുമ് അതങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷെ അത് വെള്ളിയാഴ്ച പെരുന്നാൾ ഒത്തുവന്നാൽ അന്നേ ദിവസം ഇളവുണ്ട് എന്ന് പറയുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ പ്രവാചകൻ അറിയിച്ചു കൊടുത്തതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്, സ്വഹാബികൾ മനസ്സിലാക്കി തന്നതാണ് എന്നതാണ് വിഷയം. ഇനി നിങ്ങൾ പറയുന്നത് പോലെയാണ് ശരിയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയേണ്ടത് എന്താണ്? യഥാർത്ഥത്തിൽ ജനങ്ങളെ പെരുന്നാൾ ദിവസം വെള്ളിയാഴ്ചയുമായി ഒത്തുവന്നാൽ ജുമാ നമസ്കാരം നിർബന്ധമാണ്, പെരുന്നാൾ നമസ്കാരം സുന്നത്താണ്. അതുകൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് നിങ്ങൾ വരേണ്ടതില്ല, ജുമാക്ക് വന്നാൽ മതി എന്നല്ലേ പറയേണ്ടത്? പെരുന്നാൾ നമസ്കാരത്തിനല്ലേ ഇളവ് കൊടുക്കേണ്ടത്? ജുമാ നിർബന്ധമാണ് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക? അപ്പോൾ നമ്മുടെ യുക്തിക്കനുസരിച്ച് വാദിക്കരുത്. അങ്ങനെ വാദിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെയാണ് പറയേണ്ടത്, ജുമഅ നിർബന്ധമായതുകൊണ്ട്
ദൂരദിക്കിലുള്ള ആളുകളൊക്കെ ജുമാക്ക് വരണം, പെരുന്നാൾ നമസ്കാരം സുന്നത്താണ്, അതുകൊണ്ട് അതിന് വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ആ നിലക്കല്ലേ പറയേണ്ടത്. അപ്പോൾ നമ്മുടെ യുക്തിക്കനുസരിച്ച് ഒരിക്കലും നമ്മൾ മതം പറയാൻ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ യാത്രക്കാർക്കുള്ള ഇളവല്ലേ, യാത്രക്കാർക്ക് ജുമാ എല്ലാ സന്ദർഭത്തിലും ഇളവാണ്. അത് പെരുന്നാളിന് ഒത്തുവരിക എന്നുള്ള ഒരു ആവശ്യം അവിടെയില്ല, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സലഫികൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. മറിച്ചുള്ള അഭിപ്രായം പണ്ഡിത ലോകത്തുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നതുകൊണ്ട് അവർ പിഴച്ചവരാണെന്നോ അവർ ബിദ്അത്തിൻ്റെ ആളുകളാണെന്നോ നമ്മൾ വാദിക്കുന്നില്ല. അതേ സന്ദർഭത്തിൽ ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതുപോലെ മുജാഹിദുകൾ അങ്ങനെ ഒരു നിലപാട് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സലഫികൾ അങ്ങനെ ഒരു നിലപാട് പറയുമ്പോൾ, അതിലെ പണ്ഡിതന്മാർ, അതിലെ പ്രബോധകന്മാർ ആ കാര്യം വിശദീകരിക്കുമ്പോൾ അവരെന്തോ ഒരു വലിയ തെറ്റ് ചെയ്തവരായി, അതല്ലെങ്കിൽ അവർ ദീനിലില്ലാത്തൊരു കാര്യം പറയുന്നവരായി, അവരെ വെറുതെ വിടാൻ പാടില്ല, അവരെ അങ്ങനെ ചെയ്യണം, അവരെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഏത് ദീനാണ്? അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഇസ്ലാമികമായ രീതികളുണ്ട്, മര്യാദകളുണ്ട്, അതിൻ്റെ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ വിട്ടുകൊണ്ടായിരിക്കരുത് നമ്മൾ വിഷയങ്ങളെ സംസാരിക്കേണ്ടത്. മറിച്ചൊരഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളെ വിശാല ഹൃദയത്തോടു കൂടി കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതല്ലാതെ അവർ വളരെ വലിയ തെറ്റിലാണ് എന്ന് പറയുകയല്ല വേണ്ടത്. എന്ന് മാത്രമല്ല സൂചിപ്പിക്കാനുള്ളത്, ഈ വിഷയത്തിൽ ഹദീസുകളോടും സഹാബത്തിൻ്റെ നിലപാടുകളോടും ഏറ്റവും അടുത്ത നിലപാട്, ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ മുജാഹിദുകളുടെ, സലഫികളുടെ നിലപാടാണ്. എന്തുകൊണ്ടെന്നാൽ അതാണ് പ്രമാണങ്ങളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്, നാം നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ. അപ്പോൾ ഈ കാര്യം മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കുക. ഈ വിഷയത്തിലുള്ള അനാവശ്യമായ തർക്കവിതർക്കങ്ങളിലേക്ക് പോകാതെ ഇതൊരു പഠനാർഹമായ വിഷയമാക്കി മനസ്സിലാക്കി നമ്മൾ കരുതുക. ഇതാവശ്യമില്ലാത്ത ചർച്ചയാണ്, ആധുനിക കാലഘട്ടത്തിൽ എല്ലായിടത്തും പള്ളികളുണ്ട്, അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള വാദങ്ങൾക്കൊന്നും ഇസ്ലാമിൽ യാതൊരു പ്രസക്തിയുമില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ ദീന്, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് എക്കാലഘട്ടത്തിലും പ്രസക്തമാണ്. എല്ലാ മുസ്ലിമീങ്ങൾക്കും എക്കാലഘട്ടത്തിലും സമാനമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ആ ഹുക്മ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അറിവുള്ളവരുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.